ഞാൻ വൂളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. അപ്പോൾ ആ ഒരു ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും. ഉടുപ്പിൻ്റെ ഫ്രോക്കിന് എടുക്കാം, അല്ലെങ്കിൽ നൈറ്റി മിഡി ടോപ്പിന് ഒക്കെ ഇത് ഈ നെക്ക് ഡിസൈൻ തയ്ച്ച് താഴോട്ട് തയ്ച്ചെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഞാൻ ഇന്നൊരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടില്ല. ഈ കളറിലെ മഞ്ഞ കളറിലെ നൂലുകളാണ് എടുത്തേക്കുന്നത്. ഈ നൂലെടുത്തിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയിനിട്ട്, അപ്പോൾ ഞാൻ എടുത്ത ഈ കളർ നൂലുകൊണ്ട് അടിക്കുന്നത്. ഇത് മാറ്റി വയ്ക്കാം. ഈ കളർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ ചെയിനിടണം ആദ്യം. എത്ര ചെയിൻ ഈ ഇപ്പം ഞാൻ മിക്കവാറും ഒരു മീഡിയം ടൈപ്പ് നെക്കിന് 130 ചെയിനിട്ടിട്ടാണ് ചെയ്യുന്നത്. അത് നല്ല കറക്റ്റായിരിക്കും. അതേമാതിരി അതിനെക്കൊണ്ട് ഇപ്പോഴും നമുക്ക് ഇതിന് 130 ചെയിനിട്ട് വയ്ക്കാം ആദ്യം. കണ്ടോ, 130 ചെയിനിട്ട് വയ്ക്കാം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. കണ്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ, അടുത്ത സ്റ്റെപ്പ് ഡബിൾ ക്രോഷ്യ ചെയ്ത്, അപ്പോൾ 3 ചെയിനിടുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട്, പിന്നെ അടുത്തതിനകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത്, അടുത്ത ചെയിനിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത്, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ നമ്മളെ 3 ഡബിൾ ക്രോഷ്യായി. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്, 4ാമത്തെ ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ ഒരു ചെയിനിൻ്റെ മുകളിൽ തന്നെ. എന്നാലും ഇത് റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഇത് കിട്ടില്ല. ചെയ്തെടുക്കുക. കണ്ടോ, 3ാമത്തെ ചെയ്ത് 4ാമത്തെ. ഇനി അടുത്ത 3 ഡബിൾ ക്രോഷ്യ ചെയ്ത്, ഓരോ ചെയിനിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത്, വീണ്ടും 4ാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. മൂടി കുടുങ്ങുന്നുണ്ട്. ഇതേമാതിരി 3 ഡബിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും 2, അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തത് വരെ കൊണ്ടുവരണം. ഞാൻ ഇതുവരെ ഞാനത് ഡബിൾ ക്രോഷ്യയിൽ ചെയ്തെടുത്തുകൊണ്ട് ഇത് റൗണ്ട് ഫുള്ളായിട്ട്, അപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഇത് വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുന്ന കാണിച്ചത്, ഒരു 3 ചെയിനിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ആവുമല്ലോ. അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. അല്ലേ, അപ്പോൾ അതേമാതിരി വന്നു. പിന്നെ വീണ്ടും 2 ചെയിനിട്ട് 2 സ്റ്റിച്ച് ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് അടുത്ത ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്തെടുത്തു. അതേമാതിരി വന്നു. പിന്നെ വീണ്ടും 2 ചെയിനിട്ടിട്ട് അടുത്ത 2 ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ വന്നു. ഇതേമാതിരി വന്നു. ഈ 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഒഴിവാക്കി 2 ഡബിൾ ക്രോഷ്യ അടുപ്പിച്ച് ചെയ്തെടുക്കുന്നത്.
അങ്ങനെ വന്നു. അങ്ങനെ ചെയ്തിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്ത് ഇതുവരെ കൊണ്ടുവരും. ഇതുവരെ കൊണ്ടുവരണം. ഇതേമാതിരി ഞാൻ 2 ഡബിൾ ക്രോഷ്യ ചെയിനിട്ട് ഇതേമാതിരി ചെയ്തെടുത്തു. ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തു. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ ബോക്സിൻ്റെ ഇതിൻ്റെ അതിന് ചെയിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തെടുക്കും. അപ്പോൾ 2 ചെയിന് ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യും. പിന്നെ 2 ചെയിനിടുക. ഈ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വേണം. പിന്നെ വീണ്ടും 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ 1 2 3 ഒന്നും കൂടെ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ. ഇതേമാതിരി ചെയ്തെടുക്കുക. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ആയി ഇവിടെ വേണം. ഇനി അടുത്ത ചെയ്യുന്നത് 2 ചെയിനിട്ടിട്ട് ഇവിടെ ഈ ഡബിൾ ക്രോഷ്യേൻ്റെ ഉള്ളത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് 4 ചെയിനിടുക. 4 ചെയിനിട്ട് 4 ചെയിനിട്ടിട്ട് ഇവിടെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതവിടെ അതേമാതിരി വി മാതിരി വന്നു. പിന്നെ 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ അതിൻ്റെ ഉള്ളത് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നു. ഇനി അടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 4 ഡബിൾ ക്രോഷ്യകൾ ചെയ്തെടുക്കുക. 4 രണ്ടെണ്ണം ഇത് 4 ചെയ്തെടുക്കും. അപ്പോൾ 1 ചെയ്തെടുത്ത് ഇനി 2 പിന്നെ 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് 2 പോലെ ചെയ്യുക. 2 കൊണ്ട് ചിലപ്പോൾ അപ്പോൾ 3 കണ്ട് ഇതേമാതിരി 3 ഇനി 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് 2 ഡബിൾ ക്രോഷ്യം കൂടെ ഇവിടെ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ വരുന്ന സമയത്ത് ഇവിടെ ചെയ്ത മാതിരി ചെയ്തെടുക്കണം. എന്നുള്ളത് ഇവിടെ ചെയ്ത മാതിരി ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയ്തിട്ട് 4 ചെയിനിടുക. 4 ചെയിനിട്ട് വെച്ചിട്ട് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി ചെയ്തെടുക്കുക. തെറ്റിയിട്ടുണ്ടോ? 2 ഡബിൾ ക്രോഷ്യ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം. അങ്ങനെ വന്നു കണ്ടോ? ഇതേമാതിരി ഇവിടെ അങ്ങനെ വി വെച്ചിട്ട് ഈ 2 ഫുള്ളായിട്ട് ഇതേമാതിരി ഇതുവരെ ചെയ്തെടുത്ത് കൊണ്ടാണ്. എണ്ണ നാലെണ്ണം വെച്ച് ഇത് പഠിക്കും.
ഇതേ മാതിരി ഞാൻ റൗണ്ടായിട്ട് ഫുള്ളായിട്ട് ഇവിടെ തയ്ച്ചെടുക്കുന്നുണ്ട്. ഈ റൗണ്ട് ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുന്ന വിധം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് രണ്ട് ചെയിനിട്ട് ഒരു ഡബിൾ ക്രോഷ്യ, എന്നിട്ട് അവിടെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുക. അങ്ങനെ വന്നു. പിന്നെ വീണ്ടും രണ്ട് ചെയിനിടുക, ഇട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും രണ്ട് ചെയിനിടുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ രണ്ട് ചെയിനിടുക, രണ്ട് ചെയിനിട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ഈ നമ്മൾ ചെയ്ത് വെച്ചതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 8 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്താൽ മതി. 1 2 3 4 8 ചെയ്യണേ. 5 6 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി 8 ചെയ്തെടുക്കുക. രണ്ട് ചെയിനിടുക, ചെയിനെടുത്ത് ഇത് ഒഴിവാക്കിയിട്ട് ഈ ബോക്സിൻ്റെ അകത്ത് രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി വരുന്നത്. അങ്ങനെ അതേമാതിരി ഇവിടെ ചെയ്തെടുക്കുക. പിന്നെ അങ്ങനെ ഇതിൻ്റെ മുകളിൽ 8 ഡബിൾ ക്രോഷ്യ അങ്ങനെ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അതുവരെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ചെയ്യുക. ഇവിടെ വരെ ഞാൻ ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഡബിൾ ക്രോഷ്യ ചെയ്ത് അപ്പോൾ രണ്ട് ചെയിനിട്ടാൽ മതി. ചെയിനിട്ട് ഈ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇത് രണ്ട് ചെയിനിടുക. വീണ്ടും ഇതിൻ്റെ അകത്തുനിന്ന് രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തിടുക. ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ അവരുടെ 2 3 2 മാറി. രണ്ട് ചെയിനിടുക. ഈ വെളുത്ത ഈ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഈ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ടിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയിനിടുക, ഇതിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഈ 8 മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഓരോ ചെയിൻ ഇട്ടിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക.
അങ്ങനെ ചെയ്തെടുത്ത് കൊണ്ട് 8 ഡബിൾ ക്രോഷ്യ വീതം ഒരു ചെയിന് 8 ഡബിൾ ക്രോഷ്യ അങ്ങനെ ചെയ്തെടുത്തു. ഈ 2 ചെയിനിടുക. ചെയിൻ ഇട്ടിട്ട് ഇത് ഇവിടുത്തെ ഇത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും 2 ചെയിൻ ഇടുക. ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ നോക്ക്, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ആദ്യം 4 ഡബിൾ ക്രോഷ്യകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് 3 എണ്ണമായി 2 എണ്ണമായി. ഇനി 1 ആവും. അടുത്തതിൻ്റെ മുകളിൽ റൗണ്ടും കൂടെ ചെയ്യുമ്പോഴേക്ക് അത് 1 ഡബിൾ ക്രോഷ്യ. ഇവിടെ നിന്നിട്ട് 2 ചെയിൻ ഇടുക. ഇവിടെ ചെയ്ത മാതിരി തന്നെ ആദ്യം 1 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്തെടുക്കുക. ഒരു ചെയിൻ ഇടുക. വീണ്ടും അടുത്തതിൻ്റെ മുകളിലൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ മുകളിൽ 8 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് ഇവിടെ ചെയ്തെടുത്തില്ലേ ഇതേമാതിരി തന്നെ 8 ഡബിൾ ക്രോഷ്യ ഇതിൻ്റെ മുകളിലും ചെയ്ത് അങ്ങനെ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തത് വരെ കൊണ്ടുവരണം. ഇവിടെ കണ്ടു. അപ്പോൾ അത് അതേമാതിരി ഗ്യാപ്പ് ഇങ്ങനെ തീർന്ന് ഇനി ഇവിടെ ഒന്നും കൂടി ആയാൽ ശരി. അതേമാതിരി ഞാൻ റൗണ്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തു. ഓരോ ഇവിടെയും തയ്ച്ചെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് ഇത് അവിടെ 1 ആയിട്ട് അവിടെ 4 ഡബിൾ ക്രോഷ്യ 3 2 1 ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ശരിയായി. അവിടെ ഇപ്പോൾ 1 ഡബിൾ ക്രോഷ്യ. ഇനിയിപ്പോൾ ഇവിടത്തെ ചെയ്യുന്നത് അങ്ങനെ 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഈ ഗ്യാപ്പിൽ ഡബിൾ ക്രോഷ്യ നമ്മൾ കൊടുത്തിട്ട് അടുക്കുക. ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നില്ല. ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നു. എന്നിട്ട് 4 ചെയിനുണ്ട്. 4 ചെയിൻ ഇട്ടേക്ക്. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ക്യാപ്പ് മാതിരി 3 ചെയിൻ മതി. ഒരു ചെയിൻ ഒഴിവാക്കുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ക്യാപ്പ് മാതിരി കൊടുക്കുക. പിന്നെ വീണ്ടും 2 ചെയിൻ ഇടുക. ചെയിനിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഇതേമാതിരി 2 ചെയിൻ ഇടുക. ഇനി അടുത്ത ഇതേമാതിരി ഈ 8 എണ്ണത്തിൻ്റെ ഉള്ളിനിടയിലും ചെയ്തെടുക്കണം. ഈ ക്യാപ്പ് മാതിരി വന്ന് 8 എണ്ണത്തിനുള്ളിൽ ചെയ്തെടുത്ത് കാണിച്ചു തരാം. അതേമാതിരി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര എണ്ണമായി വെച്ചാൽ 8 എണ്ണമല്ലേ നമ്മൾ ചെയ്ത് 1 2 3 4 5 6 7 എണ്ണയുണ്ട്. ഇടയിലാകുമ്പോഴത്തെ ഒന്ന് കുറഞ്ഞു. പിന്നെ 2 ചെയിൻ അവിടെ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ 2 എണ്ണത്തിൻ്റെ ഗ്യാപ്പിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്.
2 ഡബിൾ, ഒരു ഡബിൾ ക്രോഷല്ല, 2 ഡബിൾ ക്രോഷ. അപ്പോൾ അതേമാതിരി വരും ഇത് കാണാനായിട്ട്. ഇവിടെ അതേമാതിരി ഉണ്ട്, സ്റ്റെപ്പായിട്ട് 4 3 2 1. ഈ 2 ചെയിൻ ഇവിടെ ചെയിൻ ഇട്ടിട്ട് ഇതാ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, മറ്റേതിൻ്റെ മുകളിൽ ചെയ്തെടുത്ത മാതിരി തന്നെ ഇതിൻ്റെ മുകളിലും ചെയ്തെടുക്കുക. ഇതേമാതിരി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ചെയ്തെടുത്ത് 2 ചെയിനിട്ട് ഇതേമാതിരി ഇതിൻ്റെ മുകളിലൊക്കെ ചെയ്തെടുക്കുക. അങ്ങനെ റൗണ്ട് ഫുള്ളായിട്ട് കൊണ്ടുവരണം. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ടാവും.